ആശ്വാസധാരയിലേക്ക് വീണ്ടും പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മളോടൊപ്പം കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സഹായമെത്രാൻ അഭിവന്യമാർ ജോസ് പുളിക്കൽ പിതാവാണ്. പിതാവെ, ആശ്വാസധാരയിലേക്ക് സ്വാഗതം. ബൈബിൾ അധിഷ്ഠിതമായിട്ടുള്ളൊരു ചോദ്യമാണിത്. ബൈബിളാണല്ലോ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. എന്നാൽ ബൈബിളിലെ പല ഭാഗങ്ങളും വ്യത്യസ്തമായി വ്യാഖ്യാനിച്ചു വരാറുണ്ട്. ഉദാഹരണത്തിന് വിശുദ്ധ കുർബാനയെക്കുറിച്ച് ബൈബിളിൽ പറയുന്ന ഭാഗങ്ങൾ ഇത് വെച്ചിട്ട് ചിലർ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സജീവ സാന്നിധ്യമുണ്ട് എന്നും അത് പ്രതീകാത്മക സാന്നിധ്യമാണെന്ന് മറ്റു ചിലരും വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒരേ ബൈബിൾ ഭാഗം വെച്ചാണ് ഇത്തരം വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത്. ബൈബിൾ ദൈവവചനമാണെങ്കിൽ അതിന് എന്തുകൊണ്ടാണ് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത്? ഇതിന് പ്രസക്തിയില്ലല്ലോ. അത് ദൈവവചനമാണെങ്കിൽ ഒരേ രീതിയിലല്ലേ മനസ്സിലാക്കപ്പെടേണ്ടത്? മറ്റൊരു സംശയം, പ്രൊട്ടസ്റ്റൻ്റ് ബൈബിളും കത്തോലിക്ക ബൈബിളും തമ്മിൽ പുസ്തകങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? കത്തോലിക്കർ ചില ഗ്രന്ഥങ്ങൾ കൂട്ടിച്ചേർത്തു എന്ന് പറയുന്നു. യാഥാർത്ഥ്യം എന്താണ്? ഇതാണ് ചോദ്യം. ചില അടിസ്ഥാനപരമായ വിഷയങ്ങളിലേക്കാണ് ഈ ചോദ്യം എത്തുന്നത്. വളരെ ഒരു പക്ഷേ ചിന്തിപ്പിക്കുന്ന, സംശയത്തിലേക്ക് നയിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. ബൈബിൾ ദൈവവചനമാണ്, ബൈബിൾ അല്ലേ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് തുടങ്ങുന്ന കാര്യത്തിൽ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ട്. ദൈവിക വെളിപാടിൻ്റെ അടിസ്ഥാന സ്രോതസ്സുകളായിട്ട് നൽകപ്പെട്ടിരിക്കുന്നത് എഴുതപ്പെട്ട വിശുദ്ധ ഗ്രന്ഥവും എഴുതപ്പെടാത്ത വിശുദ്ധ പാരമ്പര്യങ്ങളുമാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ദൈവവർബം എന്ന അതിൻ്റെ ദൈവാവിഷ്കാരം എന്ന് വിവർത്തനം ചെയ്യപ്പെട്ട ആ ഒരു ഡിക്രിയിൽ കൃത്യമായിട്ടത് പറഞ്ഞു വെക്കും. ഇത് വത്തിക്കാൻ കൗൺസിൽ പറയുന്ന കാര്യം മാത്രമല്ല, സഭയുടെ ആദ്യകാല പാരമ്പര്യത്തിൽ നിന്ന് തുടരുന്നതാണത്. വിശുദ്ധ പാരമ്പര്യവും ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വചനമായ വിശുദ്ധ ഗ്രന്ഥവും ഒരേ ബഹുമാനത്തോടും ആദരവോടും കൂടിയാണ് സഭ എന്നും കരുതി പോന്നിട്ടുള്ളത്. അങ്ങനെയാണ് അതിനെ കാണേണ്ടതും എന്ന് പറയുമ്പോൾ സഭയുടെ സ്വത്താണ് ദൈവത്തിൻ്റെ വചനം. ദൈവിക വെളിപാട് സഭയ്ക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നത് കാലഘട്ടങ്ങളിലൂടെയാണെന്ന് ഓർക്കണം. ഒരു 1200 വർഷങ്ങളെങ്കിലും ബൈബിളിൻ്റെ രചനയുടെ പിന്നിൽ ഉണ്ട്. ഏതാണ്ട് 1000-ലധികം വർഷങ്ങളെടുത്താണ് പഴയ നിയമ പുസ്തകങ്ങൾ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. 550ഓളം വർഷങ്ങൾ പഞ്ചഗ്രന്ഥത്തിന് തന്നെ എടുത്തു അതിൻ്റെ രൂപീകരണത്തിന്. വിവിധ പാരമ്പര്യങ്ങളിലൂടെ ദൈവനിവേശിതമായ വ്യക്തികളിലൂടെ ഈ ദൈവനിവേശിതമായ പാരമ്പര്യങ്ങളിലൂടെ ഒക്കെ അതതിൻ്റെ ഫൈനൽ ഫോമിലേക്ക് എത്തിയത് സാവധാനമാണെന്ന് ഓർക്കണം. അങ്ങനെ എത്തിയത് ഒരു പാരമ്പര്യത്തിലൂടെ കൈമാറപ്പെട്ടതാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ പറയും, എഴുതപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ, എല്ലാ കാര്യങ്ങളും എഴുതി വെക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അത് ഉൾക്കൊള്ളാൻ ഈ ഭൂമിയിലെ ഗ്രന്ഥങ്ങൾക്ക് പോലും കഴിയില്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതപ്പെടാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. എഴുതപ്പെടാത്ത പൈതൃകവും പാരമ്പര്യവും ഉണ്ട്. അത് ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായത്തിൽ സുവിശേഷകൻ തന്നെ അത് പറഞ്ഞു വെക്കും വളരെ വ്യക്തമായിട്ട്. നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതാൻ അനേകം പേർ പരിശ്രമിച്ചിട്ടുണ്ടല്ലോ. അതാകട്ടെ ആദ്യം മുതൽ തന്നെ വചനത്തിൻ്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകരും ആയിരുന്നവർ നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളതനുസരിച്ചാണ്. അപ്പോൾ അങ്ങനെ ആദ്യം മുതൽ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളായ വ്യക്തികളിലൂടെ കൈമാറപ്പെട്ട ആ വിശുദ്ധ പൈതൃകങ്ങളാണ് പിന്നീട് എഴുതപ്പെട്ടിട്ടുള്ളത്. സുവിശേഷ രചനയുടെ ആ കാലഘട്ടം ഒരു 65-ന് ശേഷമുള്ള കാലഘട്ടമാണെന്ന് ഓർക്കണം, AD. അപ്പോൾ അതിനു മുമ്പുള്ള ആ കാലഘട്ടത്തിൽ സുവിശേഷം പ്രഘോഷിക്കപ്പെടുകയായിരുന്നു. അത് സഭയുടെ സ്വത്തായിരുന്നു. പ്രഘോഷണവും വിശുദ്ധ ഗ്രന്ഥമെല്ലാം സഭയുടെ സമ്പത്താണ്. അപ്പോൾ സഭയുടെ സമ്പത്തായ വചനം പ്രഘോഷിക്കപ്പെട്ടപ്പോൾ അത് വിശ്വാസ സമൂഹം സ്വീകരിച്ചു. അവരുടെ ജീവിതശൈലി തന്നെ അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 42-ാമത്തെ വാക്യത്തിലൊക്കെ വ്യക്തമാണ്. അപ്പസ്തോലന്മാരുടെ പ്രബോധനം, അപ്പം മുറിക്കൽ, പ്രാർത്ഥന, കൂട്ടായ്മ എന്നിവയിൽ അവർ സദാ താല്പര്യപൂർവ്വം പങ്കെടുത്തിരുന്നു. അപ്പോൾ അപ്പസ്തോലന്മാരുടെ പ്രബോധനം എന്ന് പറഞ്ഞു കഴിഞ്ഞത് ദൈവവചനമാണത്. അത് പ്രഘോഷിക്കപ്പെടുക, ഒന്നും എഴുതിയിട്ടില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തരായിട്ട് എഴുതിയിരുന്ന കാര്യങ്ങളെല്ലാം പിന്നീട് കൂട്ടിച്ചേർക്കപ്പെടുന്നു എന്ന് ലൂക്ക പറയുന്നുണ്ട്. അപ്പം മുറിക്കൽ എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാന ഏർപ്പെടണം, വേറൊന്നുമല്ല. പരിശുദ്ധ കുർബാന ഏർപ്പെടത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം മുറിക്കൽ ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം, വിശാല സജീവ സാന്നിധ്യമുള്ള അപ്പം മുറിക്കൽ. നമ്മളതിലേക്ക് വരും. ഇപ്പം കൂട്ടായ്മ, പ്രാർത്ഥന. അപ്പോൾ ഈ ഒരു പൈതൃകം തുടർന്നതാണ്. അത് ദൈവവചനം തന്നെയാണ്. അപ്പോൾ ദൈവവചനത്തിൻ്റെ ദൈവിക വെളിപാടിൻ്റെ 2 സ്രോതസ്സുകൾ, അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവണം. എഴുതപ്പെട്ട ദൈവവചനമായ വിശുദ്ധ ഗ്രന്ഥവും എഴുതപ്പെടാത്ത വിശുദ്ധ പൈതൃകവും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സംശയം, ഈ വിശുദ്ധ പാരമ്പര്യം എന്ന് പറയുമ്പോൾ ഈ പാരമ്പര്യത്തിനകത്ത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ചില താല്പര്യങ്ങൾ
അധികാരത്തിൻ്റെ താല്പര്യങ്ങളാകാം, ചില വ്യക്തികളുടെ താല്പര്യങ്ങളാകാം, ചരിത്രത്തിൻ്റെ ചില താല്പര്യങ്ങളാവാം. ഈ താല്പര്യങ്ങളൊക്കെ കടന്നുകൂടാനായിട്ട് സാധ്യതയുണ്ടാവുമല്ലോ. മാനുഷിക പാരമ്പര്യങ്ങൾ അല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. ദൈവികമായിട്ട് കൈമാറപ്പെട്ട വിശ്വാസത്തിൻ്റെ പൈതൃകങ്ങളാണ് ഈ വിശുദ്ധ പാരമ്പര്യങ്ങൾ എന്നുകൊണ്ട് അറിയപ്പെടുന്നത്. അല്ലാതെ ചില ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ പിന്നീട് കൂട്ടിച്ചേർത്ത കാര്യങ്ങളോ അതൊക്കെ വ്യത്യസ്തങ്ങളാണ്. അതൊക്കെ മാനുഷികമായ പാരമ്പര്യങ്ങളാണ്, ചില മാമൂലുകൾ എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ചില പാരമ്പര്യങ്ങളോട് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടെന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇത് ദൈവികമായിട്ട് കൈമാറപ്പെട്ട വിശുദ്ധ പൈതൃകങ്ങളാണ്. പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ആ പൈതൃകങ്ങൾ, വിശുദ്ധ കൂദാശകളെക്കുറിച്ചുള്ളവ, അതെല്ലാം ബൈബിളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. അത് സുവിശേഷത്തിലോ ലേഖനത്തിലോ ഉള്ള വചനഭാഗത്തിനൊട്ടും വിരുദ്ധമായിരിക്കും, അത് കോംപ്ലിമെൻറ്റിങ് ആയിരിക്കും. അതാണ് ഈ വിശുദ്ധ പൈതൃകം, വിശുദ്ധ പാരമ്പര്യം എന്ന് പറയുന്നത്. മനുഷ്യമായി കൂട്ടിച്ചേർക്കപ്പെട്ടതല്ല. അങ്ങനെയുള്ള പാരമ്പര്യങ്ങളെയാണ് നമ്മളിവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ സഭയുടെ പൊതു സ്വത്താണ് ഈ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ സഭയാകുന്ന അമ്മയ്ക്കാണ് ദൈവിക വെളിപാട് നൽകപ്പെട്ടത്. ആ അമ്മയുടെ മടിത്തട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെയാവണം വചനം വ്യാഖ്യാനിക്കാൻ. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ച ആശയത്തിലേക്ക് ഞാൻ വരികയാണ്. വചനം വ്യാഖ്യാനിക്കുമ്പോൾ ഈ വിശുദ്ധ പൈതൃകങ്ങളും പാരമ്പര്യങ്ങളും ഉൾക്കൊള്ളുന്ന ആ അമ്മയുടെ മനസ്സെന്താണെന്ന് അറിഞ്ഞിട്ട് വേണം അതിനെ വേണ്ട വിധം വ്യാഖ്യാനിക്കാനായിട്ട്. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് തന്നെയുള്ള പ്രമേയം ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് 2000 വർഷം പിന്നിടുന്ന ഈ സഭയുടെ യാത്രയിൽ ഒരിക്കൽ പോലും കർത്താവിൻ്റെ തിരുസാന്നിധ്യം പ്രതീകാത്മകമാണ് എന്ന് സഭ വിശ്വസിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടുമില്ല. ആദിമസഭയുടെ പാരമ്പര്യം മുതൽ അപ്പം മുറിക്കൽ എന്ന് പറയുന്ന ആ വിശുദ്ധമായ ആ കർമ്മം പരിശുദ്ധ കുർബാനയുടെ ആദ്യ രൂപമാണ്. ഈശോയുടെ സജീവ സാന്നിധ്യം, സാക്രമെൻ്റൽ പ്രസൻസ് തന്നെയാണത്. സജീവ സാന്നിധ്യം, ഒരു സിംബോളിക് പ്രസൻസ് അല്ല. പിന്നീട് സ്ക്രിപ്തൂര സോള എന്നൊക്കെ പറഞ്ഞ ആ ഒരു ബൈബിൾ സ്ക്രിപ്ചർ എലോൺ എന്നൊക്കെയുള്ള കാഴ്ചപ്പാട് പ്രോട്ടസ്റ്റന്റ് വിപ്ലവത്തിന് ശേഷം, ആ ചിന്തകൾക്ക് ശേഷം വരുന്നതാണ്. പ്രോട്ടസ്റ്റന്റ് ചിന്തകളിൽ പെടുന്ന ബൈബിൾ മാത്രം മതി എന്ന് പറയുന്ന ഒരു ആശയത്തെ ചുറ്റിപ്പറ്റിയാണ് അത് നിൽക്കുന്നത്. ആ ആശയത്തിൽ നിൽക്കുമ്പോഴാണ് ബൈബിൾ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ വേണ്ട വിധം മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത്. അപ്പോൾ സഭയുടെ ആ ഒരു പൈതൃകവും വിശ്വാസവും ബൈബിൾ വ്യാഖ്യാനിക്കുന്നതിന് അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഈശോ പറയുന്നു, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം ഞാനാകുന്നു, ആരെങ്കിലും എന്നെ ഭക്ഷിച്ചാൽ അവൻ നിത്യം ജീവിക്കും, ഇത് ജീവനുള്ള അപ്പമാകുന്നു എന്ന് ഈശോ വ്യക്തമായിട്ട് പഠിപ്പിക്കുമ്പോൾ അത് തന്നെ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായിരുന്നു സഭയുടെ വിശ്വാസം എന്നത്തെയും എക്കാലത്തെയും. ചില കാര്യങ്ങൾ പ്രതീകാത്മകമായതുണ്ട്, പക്ഷെ ഇതങ്ങനെയല്ല, സഭ അങ്ങനെയല്ല മനസ്സിലാക്കിയത് എന്നുള്ളതാണ് അതിൻ്റെ. അപ്പോൾ അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. വ്യാഖ്യാനത്തിന് പല മാനദണ്ഡങ്ങളും ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കണം. അങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ അത്. അതുപോലെ തന്നെ ഇതിൻ്റെ ശരീരമാകും നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതിൻ്റെ രക്തമാകുന്ന വാങ്ങി പാനം ചെയ്യുവൻ എന്നൊക്കെ പറയുമ്പം അതേ അർത്ഥത്തിൽ തന്നെയാണ് സൂചിതമാകുന്നത്. ഇത് മാത്രമല്ല, സഭയുടെ വിശ്വാസത്തിൽ ഈ പരിശുദ്ധ കുർബാനയുടെ അനുഭവം എത്രയോ പേർക്കാണ് ശക്തി പകർന്നിട്ടുള്ളത്. അവിടുന്ന് ജീവിക്കുന്ന കർത്താവാണെന്നുള്ളത് പരിശുദ്ധ കുർബാനയിലൂടെ ഹൃദയത്തിൽ അനുഭവിച്ചറിഞ്ഞ 10,000 വ്യക്തിപരമായിട്ട് അനുഭവിക്കുന്ന 10,000 ഇന്നും ഉണ്ടെന്ന് ഓർക്കണം. ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു ടീനേജറായ ഒരു ചെറുപ്പക്കാരി അവളുടെ അന്വേഷണവും പ്രാർത്ഥനയും ഒക്കെ വഴിയായിട്ട് മറ്റൊരു വിശ്വാസത്തിൽ നിന്നും ക്രൈസ്തവ ദർശനത്തിൻ്റെ സഭയുടെ തനിമ തിരിച്ചറിഞ്ഞുകൊണ്ട് സഭയിലേക്ക് കടന്നു വന്ന് ഈശോയെ അനുഭവിച്ച ഒരു സംഭവം കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട. അവൾ മാമോദിസ സ്വീകരിക്കുന്നതിന് മുമ്പ് അവൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു, പക്ഷേ വീട്ടുകാരുടെ അനുവാദമൊക്കെ കിട്ടാൻ വേണ്ടി കാത്തിരുന്നു. അതുപോലെ തന്നെ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് വൈദികരൊക്കെ കാത്തിരിക്കാൻ പറഞ്ഞു, കൂടുതൽ ഒരുങ്ങാൻ പറഞ്ഞു, വിശ്വാസത്തിൽ ആഴപ്പെടാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരുക്കാൻ വേണ്ടി സമയമെടുത്ത കാലത്ത് ഇവൾക്ക് കർത്താവിനെ സ്വീകരിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഇവൾ ദേവാലയത്തിൽ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു. കുർബാന സ്വീകരിക്കത്തില്ല, മാമോദിസ സ്വീകരിക്കാത്തത് കൊണ്ട്. അതുകൊണ്ട് ഇവൾ ചെയ്തത് കുർബാന സ്വീകരിച്ച് വരുന്ന ഏതെങ്കിലും ഒരു സഹോദരിയുടെ സാരിത്തുമ്പിലോ വസ്ത്രത്തിലോ ഒന്ന് തൊടും. അപ്പോൾ ഈ സഹോദരി, ഈ പെൺകുട്ടി എന്നോട് പറയുകയുണ്ടായി, ഒരു കറണ്ടടിക്കുന്നത് പോലത്തെ ഒരു അനുഭവം, ഈശോ എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്ന ആ തീവ്രമായ അനുഭവം ഞാൻ ഉൾക്കൊണ്ടിരുന്നു എന്ന്. അത് പരിശുദ്ധ കുർബാനയുടെ അതിശക്തം, കർത്താവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം അല്ലെങ്കിൽ എങ്ങനെയാണ് അതൊക്കെ സാധ്യമാവുക? അത് സഭയുടെ എക്കാലത്തെയും വിശ്വാസമാണ്. അതുപോലെ വിശുദ്ധാത്മാക്കൾ പരിശുദ്ധ കുർബാനയുടെ മഹാത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ക്ലാരപുണ്യവതി പരിശുദ്ധ കുർബാന ആരാധനയുടെ മുമ്പിൽ നിന്നുകൊണ്ട് വലിയൊരു ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്തിയ ചരിത്രമൊക്കെ ഉണ്ട്. അതുപോലെ കർത്താവ് ചില സമയങ്ങളിൽ ഈ അടയാളങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധ കുർബാന മാംസരൂപത്തിൽ മാറ്റപ്പെടുവാനിടയായ അത്ഭുത സംഭവങ്ങളും സ്ഥിരീകരിക്കപ്പെട്ടതുണ്ട്. എല്ലായ്പ്പോഴും എപ്പോഴും എല്ലാം ശരിയാവണമെന്നില്ല, അങ്ങനെ സ്ഥിരീകരിക്കപ്പെട്ട സംഭവങ്ങളുണ്ട്. അതെല്ലാം ചില അടയാളങ്ങൾ മാത്രമാണ്. പരിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സാന്നിധ്യം ഉദ്ധിതനായ മിശിഹായുടെ കൗദാശിക സാന്നിധ്യമാണ്.
അതൊരു ഒരു അപ്പക്കഷ്ണം ഒരു മാംസകഷ്ണമായി മാറുന്നതല്ല. ആ ഒരു ചിന്തയും പ്രധാനപ്പെട്ടതാണ്. കാരണം കേവലം ഒരു മാംസകഷ്ണമായിട്ട് മാറുകയല്ല, അത് ഈശോ മിശിഹ തന്നെയാണ്, ഉദ്ധിതനായ മിശിഹായുടെ സജീവ സാന്നിധ്യമാണ്. അപ്പോൾ അത് സഭയുടെ ഏത് കാലത്തെയും വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല, വരാനും പാടില്ല. അപ്പം അത് സഭയുടെ മടിത്തട്ടിൽ ഇരുന്നുകൊണ്ട് വ്യാഖ്യാനിക്കുമ്പോഴാണ് ശരിയാമണ്ണോ അതിനെ മനസ്സിലാക്കാൻ പറ്റുക. ഇത് ഇവിടെ ചോദിച്ചൊരു ചോദ്യമായതുകൊണ്ടാണ് അത് ഹൈലൈറ്റ് ചെയ്തത്. ഇതിനകത്ത് ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യം, ഈ നമ്മുടെ അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സംശയം എന്ന് പറയുന്നത്, പുതിയ നിയമ ഘട്ടത്തിൽ വെച്ച് ഒരു ദൈവസങ്കല്പമാകെ പുതുക്കപ്പെടുകയാണ്, ഒരു പുതിയൊരു ദൈവസങ്കല്പം ഉണ്ടാകുന്നു. അപ്പോൾ പഴയ ദൈവസങ്കല്പം ഒരു തരത്തിൽ പഴയതാകുന്നു അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്നു. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ നോക്കിയാൽ പഴയ നിയമത്തെ കേവലം ഒരു ചരിത്ര ഗ്രന്ഥമായിട്ട് മാത്രം കരുതിയാൽ പോരെ? ബൈബിൾ ഒരിക്കലും ചരിത്ര ഗ്രന്ഥമായിട്ടല്ല മനസ്സിലാക്കേണ്ടത്, രക്ഷാകര ചരിത്രമാണിത്. ദൈവത്തിൻ്റെ ഇടപെടലുകൾ ലോകത്തിൽ, മനുഷ്യ ലോകത്തിൽ ദൈവജനത്തിന് മുമ്പിൽ സംഭവിച്ച ചരിത്രത്തിൽ ദൈവം ഇടപെട്ട വഴികളെ, രക്ഷാകരമായ ചരിത്രത്തെയാണ് ഇവിടെ നമ്മൾ വായിച്ചെടുക്കുന്നത്. അതൊരു ചരിത്ര പുസ്തകമേ അല്ല ബൈബിൾ. എന്നാൽ ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിരചിതമായ ദൈവത്തിൻ്റെ രക്ഷാകരമായ ഇടപെടലുകൾ ഉൾക്കൊള്ളുന്ന രക്ഷാകര ചരിത്രമാണ്. അതുകൊണ്ട് പഴയ നിയമം ഒരു നിഴലായി നമ്മൾ കാണുമ്പോഴും അത് ദൈവവചനം തന്നെയാണ്. പുതിയ നിയമത്തിന് നിഴലായിട്ട് നമ്മൾ കാണുമ്പോഴും ദൈവത്തിൻ്റെ വചനമാണത്, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. അതുകൊണ്ട് പഴയ നിയമ വചനഭാഗങ്ങളും വളരെ പ്രധാനപ്പെട്ടതും ദൈവം സംസാരിക്കുന്നതും തന്നെയാണ്, ദൈവത്തിൻ്റെ വചനം തന്നെയാണത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വെളിപാടിൻ്റെ മറ്റൊരു പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. ദൈവം തൻ്റെ ജനത്തിന് പടിപടിയായിട്ട് വെളിപ്പെടുത്തുന്നതായി നമ്മൾ കാണുന്നു. അത് കർത്താവിൻ്റെ വചനം തന്നെ പറയുന്നുണ്ട്. പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു, അവസാനമാകട്ടെ തൻ്റെ പുത്രനിലൂടെ സംസാരിച്ചു എന്ന് ഹെബ്രായ ലേഖനത്തിലൊക്കെ പറയും. അതുകൊണ്ട് പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിച്ചത് പടിപടിയായ ദൈവിക വെളിപ്പെടുത്തലുകളായിരുന്നു. ദൈവത്തെ മനുഷ്യൻ കൂടുതൽ അടുത്തറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അതിൻ്റെ പൂർണ്ണതയിൽ മിശിഹായിലൂടെ ദൈവം സംസാരിച്ചു. അവിടെയാണ് വെളിപാടിൻ്റെ പൂർണ്ണത നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ പുതിയ നിയമത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് വേണം പഴയ നിയമത്തെയും വ്യാഖ്യാനിക്കാനായിട്ട്. ഒപ്പം വ്യാഖ്യാനിക്കുമ്പോൾ ആ വ്യാഖ്യാനത്തിന് മനുഷ്യൻ്റെ ഇടപെടലുകൾ എപ്പോഴും ഉണ്ടെന്ന കാര്യം മനസ്സിലാക്കണം. ബൈബിളിൻ്റെ രചനയിൽ അതിൻ്റെ സാഹിത്യരൂപം, അതിൻ്റെ ചരിത്ര പശ്ചാത്തലം, അതെഴുതിയ മനുഷ്യരുടെ, അതിലിടപെട്ട വ്യക്തികളുടെ പരിമിതികൾ, ഇതെല്ലാം അതിൻ്റെ പ്രത്യേക ചില ചരിത്ര സന്ദർഭങ്ങളും എല്ലാം വരും. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം ബൈബിളിനെ നമ്മൾ സമീപിക്കാൻ, അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ വേണ്ടി. പക്ഷെ അത് അതിൽ തന്നെ ദൈവത്തിൻ്റെ വചനമാണ്. കാരണം ദൈവം നിവേശിപ്പിച്ചത് കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ദൈവനിവേശനം എന്താ എന്നൊരു ചോദ്യം കൂടെ ഇവിടെ ഞാനിന്ന് വ്യക്തമാക്കാം. ഇതൊരു ഡിക്റ്റേഷൻ അല്ല, ഇൻസ്പിരേഷനാണ് എന്ന് തന്നെയാണ് സഭ പഠിപ്പിക്കുന്നത്. ഡിക്റ്റേഷൻ ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഇവിടെ ചോദ്യത്തിനകത്തുണ്ട്. ദൈവവചനമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് വരുന്നെന്ന്. ഇത് ഡിക്റ്റേഷൻ ദൈവം ഇങ്ങനെ ചെവിപ്പുറകിൽ അത് എഴുതിയ വ്യക്തികൾ പറഞ്ഞു കൊടുത്തതല്ല. ഞാനത് സൂചിപ്പിച്ചല്ലോ, കാലഘട്ടങ്ങളിലൂടെ വളർന്നു വന്ന വിശുദ്ധ പാരമ്പര്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് രൂപപ്പെട്ടതാണ് പഴയ നിയമത്തിലെ പുസ്തകങ്ങളൊക്കെ. പുതിയ നിയമത്തിലാണെങ്കിലും അത് സഭയിൽ ഉണ്ടായിരുന്ന ആ കൈമാറപ്പെട്ട വെളിപാടിൻ്റെ വിശുദ്ധ പൈതൃകങ്ങൾ സാവധാനം രൂപപ്പെട്ടു വന്ന് ഒരു നൂറ്റാണ്ടുകൊണ്ടാണ് വാസ്തവത്തിൽ അതിൻ്റെ പൂർണ്ണതയിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ അവിടെ മനുഷ്യൻ്റെ ഇടപെടലുകൾ, ആ മനുഷ്യൻ ലേഖനങ്ങളിലൊക്കെയാണ് പൗലോസ്ലിയുടെ ഭാഷയല്ല പത്രോസ്ലിയുടെ ഭാഷ, സിമ്പിൾ ലാംഗ്വേജാണ്. പൗലോസ്ലിയുടെ കുറേ കൂടി ആഴമുള്ള ദൈവശാസ്ത്രമുള്ള ഡെപ്തുള്ള ഭാഷയാണത്. അദ്ദേഹം ഒരു തിയോളജിയനായിരുന്നു, വലിയൊരു യഹൂദ പണ്ഡിതനായിരുന്നു, വലിയൊരു പരീശനായിരുന്നു. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കണം. അപ്പോൾ ഇത് മനുഷ്യൻ്റെ വാക്കുകൾ, മനുഷ്യൻ്റെ ഇടപെടലുകൾ, അവൻ്റെ പരിമിതികളെല്ലാം അവിടെ ഉള്ളപ്പോഴും അത് ദൈവനിവേശിതമായതുകൊണ്ടും ദൈവത്തിൻ്റെ വചനമായതുകൊണ്ടും അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ ഈ ബൈബിളിനെ വ്യാഖ്യാനിക്കുമ്പോഴും ചരിത്രപരമായിട്ടുള്ള ചില അംശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് വേണം. പലപ്പോഴും ഈ ബൈബിളിലെ ചില വാക്യങ്ങളൊക്കെ എടുത്ത് പലരും പ്രയോഗിക്കുന്നത് അതിൻ്റെ ഒരു ചരിത്ര സന്ദർഭത്തെ ഒട്ടും പരിഗണിക്കാതെയാണ്. അതിന് ശരിയായ അർത്ഥം മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ അത്തരത്തിലുള്ളൊരു പഠനവും അന്വേഷണവും എല്ലാം ആവശ്യമാണ്. തീർച്ചയായിട്ടും ബൈബിൾ വാക്യങ്ങൾ നമ്മൾ ഉദ്ധരിക്കണം. ദൈവവചനമായതുകൊണ്ട് അതിന് അതുല്യമായ ശക്തിയുണ്ട്. അത് നമുക്ക് വചനം പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശമാണ്. സങ്കീർത്തനം 119 പറയുന്നത് പോലെ കർത്താവിൻ്റെ വചനം പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ആ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗവും ഹൃദയവുമായി മാറണം. വലിയ ശക്തിയുണ്ട്, അത്ഭുതകരമായ ശക്തി വചനത്തിനുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാനായിട്ട് നമ്മൾ വേണ്ടവിധം വചനത്തെ പ്രാർത്ഥനാപൂർവ്വം പഠനപൂർവ്വം സമീപിക്കേണ്ടിയിരിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ പലപ്പോഴും ഈ പഴയ നിയമ ഗ്രന്ഥഭാഗങ്ങൾ കൂടുതലായിട്ട് ഉദ്ധരിച്ചുകൊണ്ട് ആളുകളെ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞ് ഭയപ്പെടുത്തുന്ന രീതി കൂടുതൽ പല പ്രഘോഷണങ്ങളിലും മുഴച്ചു നിൽക്കുന്നത് പഴയ നിയമ ഗ്രന്ഥഭാഗങ്ങളാണ്.
അവിടെയൊക്കെ ശിക്ഷിക്കുന്ന ദൈവമാണ്, ഭയപ്പെടുത്തുന്ന ഒരു ദൈവ സങ്കല്പമാണ്. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ പഴയ നിയമത്തെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, പുതിയ നിയമത്തിനെ മുമ്പിൽ കണ്ടുകൊണ്ട് മിശിഹായോട് വെളിപ്പെടുത്തപ്പെട്ട സുവിശേഷത്തിൻ്റെ ദർശനം മുമ്പിൽ കണ്ടുകൊണ്ടാവണം. വെളിപാട് കാലഘട്ടങ്ങളിലൂടെ വന്നപ്പോൾ ദൈവത്തിൻ്റെ മുഖം കൂടുതൽ വെളിപ്പെട്ട് കിട്ടിക്കൊണ്ടേയിരുന്നു. അത് അന്നത്തെ പഴയ നിയമ ജനതയുടെ ചരിത്ര പശ്ചാത്തലത്തിൽ നമ്മളതിനെ മനസ്സിലാക്കുമ്പോൾ ഒരു ഭീതിജനകനായ ദൈവത്തെ അല്ല നമ്മളവിടെ കാണുന്നത്, കരുണാർദ്ദനായ സ്നേഹനിധിയായ ഒരു ദൈവത്തെയാണ് അവിടെ കാണുന്നത്. പക്ഷെ അത് അവ്യക്തതകളുണ്ട്. അതിൻ്റെ പൂർണ്ണത പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. ഈശോ തന്നെ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിയമങ്ങൾ ഇല്ലെന്നാക്കാനല്ല, പൂർത്തിയാക്കാനാണ്. ഈശോയിലൂടെ പൂർത്തിയാക്കപ്പെടുമ്പോഴാണ് ദൈവപിതാവിൻ്റെ കരുണയുടെ മൂർത്തിമ ഭാവമായിട്ട് മിശിഹായെ നമ്മളവിടെ കണ്ടുമുട്ടുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഒരു ചോദ്യത്തിനകത്തുള്ളത് ഈ ബൈബിളിലെ പുസ്തകങ്ങളുടെ കാര്യത്തെക്കുറിച്ച്. പ്രൊട്ടസ്റ്റന്റ് ബൈബിളും കത്തോലിക്ക ബൈബിളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച്, പുസ്തകങ്ങളുടെ എണ്ണത്തിന്റെ അത് യഹൂദ കാനൻ അനുസരിച്ച് ഇത് നിർവചിക്കപ്പെട്ടപ്പോൾ ബൈബിളിൻ്റെ കാനൻ എല്ലാം നിർവചിച്ചത് സഭയാണെന്ന് ഓർക്കണം. തിരുസഭ തന്നെയാണ് ഇതെല്ലാം നിർവചിക്കുന്നത്. അപ്പോൾ യഹൂദ കാനനിൽ ആദ്യം അവർ ഫോളോ ചെയ്ത് അലക്സാൻഡ്രിയൻ കാനനാണ്. അതനുസരിച്ചുള്ള പുസ്തകങ്ങൾ പൂർണ്ണമായിട്ടും തർജ്ജമ ചെയ്യപ്പെട്ടതാണ് സെത്വജിന്ത്, സപ്തതി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള പുസ്തകങ്ങൾ, അലക്സാൻഡ്രിയൻ കാനൻ അനുസരിച്ചുള്ള പുസ്തകങ്ങളാണ് ആദ്യം യഹൂദർ ഫോളോ ചെയ്തെങ്കിൽ പിന്നീട് ജാംനിയ കൗൺസിൽ വെച്ച് അത് പാലസ്തീനിയൻ കാനൻ എന്നൊന്ന് അവർ തിരുത്തി അംഗീകരിക്കാനിടയായി, ജ്യൂസ്. അപ്പോൾ ആദ്യം സഭയുടെ ചരിത്രത്തിൽ തുടക്കം മുതലേ ഇങ്ങോട്ട് ഈ അലക്സാൻഡ്രിയൻ കാനനാണ് 46 പഴയ നിയമ പുസ്തകങ്ങൾ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളും അങ്ങനെ 73 പുസ്തകങ്ങൾ എന്നാണ് സഭയുടെ ഏത് കാലത്തെയും അതിൻ്റെ കൃത്യമായ കാഴ്ചപ്പാടുകൾ. പിന്നീട് അത് പ്രൊട്ടസ്റ്റന്റ് ചർച്ചുകൾ രൂപപ്പെട്ടു വന്നപ്പോൾ അവർ അതിനെ വളരെ വ്യക്തമായി മറ്റൊരു ധാരണയിലേക്ക് എത്തിയിട്ട് അതിനെ വ്യത്യസ്തമായി സഭയുടെ അതുവരെയുള്ള പാരമ്പര്യത്തിൽ നിന്നും മാറി ചിന്തിച്ചുകൊണ്ട് അതിനെ നിജപ്പെടുത്തി 6 പുസ്തകങ്ങൾ അതിൽ അപ്പോക്രിഫൽ ആയിട്ട് മാറ്റിയിട്ട് പലസ്തീനിയൻ കാനൻ്റെ ഭാഗമായി പഴയ നിയമത്തിലെ പുസ്തകങ്ങളെ 6 കുറച്ചു. അപ്പോൾ 6 പുസ്തകങ്ങൾ ഇങ്ങനെ മാറ്റി കഴിഞ്ഞപ്പോൾ 66 മാറിയത്. കൂട്ടിച്ചേർത്തതല്ല, ആദ്യം ഉണ്ടായിരുന്നതിനെ പിന്നീട് അങ്ങനെ കുറയ്ക്കാനിടയായതുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പോൾ സഭയുടെ ആദ്യകാല പാരമ്പര്യം അനുസരിച്ച് നമ്മൾ 73 പുസ്തകങ്ങൾ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ഇനി പുതിയ നിയമ പുസ്തകങ്ങളെ സംബന്ധിച്ച് 27 പുസ്തകങ്ങൾ തന്നെയാണ് എല്ലാവരും സ്വീകരിക്കുന്നത്. ഈ 73 പുസ്തകങ്ങളല്ലാതെ അപ്രാമാണികമായിട്ടുള്ള മറ്റ് ചില ഗ്രന്ഥങ്ങൾ, ബൈബിൾ ഭാഗങ്ങൾ കൂടി ഉണ്ടോ? അപ്രമാണിക ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നതാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അപ്പോക്രിഫൽ എന്നൊക്കെ പറയുന്ന അത്തരം പുസ്തകങ്ങൾ ദൈവനിവേശിത ഗ്രന്ഥങ്ങളായിട്ട് സഭ അതിൻ്റെ കാനനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ സഭയാണ്, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ വചനത്തിൻ്റെ കാവലാൾ സഭയാണ് കർത്താവ് തൻ്റെ വെളിപ്പെടുത്തലുകൾക്ക് കാരണക്കാരിയാക്കി മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് സഭയാണത് അതിൻ്റെ അന്വേഷണത്തിലൂടെയും പഠനത്തിലൂടെയും എല്ലാം അതിനെ കൃത്യമായിട്ട് നിർവചിക്കുന്നത്. ഇങ്ങനൊരു വ്യത്യാസം വന്ന നിലയിൽ പ്രൊട്ടസ്റ്റന്റ് ചർച്ചുകളുടെ ആവിർഭാവത്തിന് ശേഷം ട്രെൻഡ് കൗൺസിലാണ് അന്നുവരെ ഉണ്ടായിരുന്നത് കുറെ കൂടെ നിജപ്പെടുത്തി കൃത്യമായിട്ട് നിർവചിച്ചുകൊണ്ട് ഇന്ന പുസ്തകങ്ങൾ തന്നെ ഇങ്ങനെയാണ് എന്ന് നിർവചിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സഭയുടെ വിശ്വാസവും പാരമ്പര്യവും പൈതൃകവും എല്ലാം പഠിച്ചുകൊണ്ട് ആധികാരികമായിട്ട് 46, 27 എന്ന് കൃത്യമായിട്ട് അക്കമിട്ട് ആ കാനൻ പൂർത്തിയാക്കുന്നത്. അതുവരെ ഉണ്ടായിരുന്നതിനെ ആധികാരികമായിട്ട് ട്രെൻഡ് കൗൺസിൽ അങ്ങനെ നിർവചിക്കുകയുണ്ടായി. അപ്പോൾ അത് സഭയാണ് അതിൻ്റെ ഒരു അവകാശി എന്നുള്ളത്, സഭയാണ് അതിൻ്റെ അമ്മ. അപ്പോൾ അമ്മയുടെ മടിത്തട്ടിൽ ഇരുന്നുകൊണ്ട് വേണം വചനം വ്യാഖ്യാനിക്കാൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും അധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഗ്രന്ഥമെന്ന നിലയിലാണ് ബൈബിള് പരിഗണിക്കപ്പെടുന്നത്. പക്ഷേ ഈ കാലാകാലങ്ങളിൽ പല ഭാഷകളിലും പ്രത്യേകിച്ച് മലയാളത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള വിവർത്തനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അല്ല, പലപ്പോഴും മൂലവുമായിട്ടത് പൊരുത്തപ്പെടുന്നില്ല. ഇത് ബൈബിളിൻ്റെ ഒരു യഥാർത്ഥ സന്ദേശം അല്ലെങ്കിൽ അതിൻ്റെ ഉൾക്കൊള്ളുന്ന ചില അർത്ഥം ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ എത്തുന്നതിൽ വിഘാതം സൃഷ്ടിച്ചിട്ടില്ലേ? വചന വിവർത്തനങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണത്. കാലികമായ പ്രസക്തിയോടുകൂടി അന്നത്തെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് വിവർത്തനം ചെയ്യപ്പെടുമ്പോഴാണ് ആളുകൾക്ക് അത് കുറെ കൂടി വ്യക്തമാകുന്നത്. പക്ഷേ ഈ വിവർത്തനങ്ങളിൽ പരിമിതികളും കുറവുകളും വന്നിട്ടുണ്ടെങ്കിലും ഗൗരവമായ തെറ്റുകളൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ POC ബൈബിളിൻ്റെ ആണെങ്കിലും മറ്റ് മാന്നാനം ബൈബിളിൻ്റെ ആണെങ്കിലും അങ്ങനെ ഏത് ഷീത്ത ബൈബിളാണെങ്കിലും അതിൻ്റെ വിവർത്തനങ്ങളിൽ ഗൗരവമായ തെറ്റുകളൊന്നും വന്നിട്ടില്ല. പക്ഷേ കുറെ കൂടി ഇംപെർഫെക്ഷൻസ്, കുറവുകൾ
എന്ന് വേണേൽ പറയാവുന്ന, കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി അതിനെ ചില വാക്കുകളൊക്കെ ഉപയോഗിക്കാമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ വീണ്ടും പുതിയ വിവർത്തനത്തിന് സാധ്യതയേറുന്നു. വളരെയധികം പ്രാർത്ഥനാപൂർവം തീക്ഷ്ണമായ ഗവേഷണവും പഠനവും നടത്തി പണ്ഡിതന്മാർ തന്നെയാണ് ഇതിൻ്റെ മൂലഭാഷ പരിശോധിച്ചുകൊണ്ട് സമയമെടുത്ത് ബൈബിള് വിവർത്തനം ചെയ്യുന്നത് മൂലഭാഷയിൽ നിന്നും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവമായ പ്രവൃത്തി ആയതുകൊണ്ട്, വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യുന്നതായതുകൊണ്ട് അങ്ങനെ പിഴവുകൾ വരാറില്ല. പക്ഷേ ചെറിയ പരിമിതികളും ചെറിയ അപാകതകളുമൊക്കെ വന്നിരിക്കുന്നത് പുതിയ വിവർത്തനത്തിലൂടെ അത് പരിഹരിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം എനിക്ക് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ദൈവവചനത്തെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചത്. ദൈവവചനം വെറുതെ ബൗദ്ധികമായ അറിവിൽ നിന്നുകൊണ്ട് മാത്രം ഗ്രഹിക്കാനുള്ളതല്ല. അതിന് പഠനം ആവശ്യമാണ്. അതോടൊപ്പം തന്നെ പ്രാർത്ഥനാപൂർവം ആഗ്രഹത്തോടുകൂടി ദൈവത്തിൻ്റെ വചനമാണിത് എന്ന ബോധ്യത്തോടുകൂടി വേണം നമ്മൾ ബൈബിൾ വായിക്കാനും അത് ധ്യാനിക്കാനും. ഇവിടെയൊക്കെ കുടുംബ പ്രാർത്ഥനയിൽ മാത്രമല്ല, അല്ലാതെ വ്യക്തിപരമായ ജീവിതത്തിലും ബൈബിളിനോട്, വിശുദ്ധ ഗ്രന്ഥത്തോട് വലിയ ഒരു ആദരവും സ്നേഹവും ബന്ധവും നമുക്കുണ്ടാവണം. ആദരവ് മാത്രം പോരാ, അതെൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാകണം. വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും വഴികാട്ടിയുമായി മാറണം. ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ദൈവത്തിൻ്റെ വചനമാണ്. എഴുതപ്പെട്ട വചനം തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് ദൈവവചനത്തോടുള്ള വലിയൊരു ബന്ധം, ഹെബ്രായ ലേഖനമൊക്കെ പറയുന്ന പോലെ ഇരുതലവാള് പോലെ മൂർച്ചയുള്ളതാണ് കർത്താവിൻ്റെ വചനം. അത് ഹൃദയത്തിൻ്റെ വികാര വിചാരങ്ങളെ വിവേചിച്ചറിയുന്നതാണ്. ആ ഒരു ശക്തിയുള്ള വചനം ആഴത്തിൽ ഗ്രഹിക്കാനും കൂടുതൽ പഠിക്കാനും ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥനാപൂർവ്വം വായിക്കാനും നമുക്ക് സാധിക്കണം. ഒരു ദൈവിക വായന, ലക്ഷ്യദിവ്യന എന്നൊക്കെ പറയുന്ന ആ തരത്തിൽ ബൈബിൾ വായിക്കുന്നത് നല്ലതാണ്. കാരണം അത് നമ്മൾ വെറുതെ ഒരു പുസ്തകം വായിക്കുന്നതല്ലല്ലോ വായിക്കേണ്ടത്. പ്രാർത്ഥിച്ച് ദൈവം എന്നോട് സംസാരിക്കുന്നു, ഇന്നെൻ്റെ ജീവിതത്തോട് സംസാരിക്കുന്നു, ഇന്നെൻ്റെ ജീവിതത്തിൽ വഴിതെളിക്കുന്നു, ആ കാഴ്ചപ്പാടോടുകൂടി സഭയോട് ചേർന്ന് സഭയുടെ വിശ്വാസത്തിൻ്റെ പൈതൃകത്തിൽ ആഴത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഈ വചനം സ്വീകരിക്കുമ്പോൾ അത് വലിയ അനുഗ്രഹമായി മാറും. തീർച്ചയായിട്ടും ദൈവവചനം അത്ഭുതകരമായിട്ട് ലോകത്തെ മാനസാന്തരപ്പെടുത്തുന്നുണ്ട്. അത് കത്തോലിക്കാ സഭയും പ്രൊട്ടസ്റ്റന്റ് സഭകളും എല്ലാം വചനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എഴുതപ്പെട്ട വിശുദ്ധ ഗ്രന്ഥത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ലോകത്തിൽ അനേകായിരങ്ങളുടെ മാനസാന്തരത്തിന് കാരണമാകുന്നു. വലിയ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ഒക്കെ ഈ വചനം നമ്മളെ നയിക്കുന്നു. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. ഈ ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ പറഞ്ഞതിനകത്തെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. സഭയോട് ചേർന്ന് സഭയുടെ വിശ്വാസത്തിൻ്റെ ചുവടുപറ്റി സഭയാണ് വചനത്തിൻ്റെ സൂക്ഷിപ്പുകാരിയും കാരണക്കാരിയും കവലാളും എന്നുള്ള ആ ചിന്തയോടുകൂടി സഭയുടെ മടിത്തട്ടിൽ ഇരുന്നു കൊണ്ട് വചനം വായിക്കാനും വ്യാഖ്യാനിക്കാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ വചനബദ്ധമായൊരു ജീവിതം നയിക്കാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അമൂല്യ നിധിയാണല്ലോ നിൻ്റെ ദൈവവചനം, എഴുതപ്പെട്ട വിശുദ്ധ ഗ്രന്ഥം. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിൻ്റെ ഹൃദയത്തിൻ്റെ കൈവപ്പാണ്, നിൻ്റെ സ്നേഹത്തിൻ്റെ മൊഴികളാണ്. കർത്താവെ, സഭയോട് ചേർന്ന് ഈ വചനം ആഴത്തിൽ ഗ്രഹിക്കാനും സ്വാംശീകരിക്കാനും ജീവിതത്തെ പ്രാവർത്തികമാക്കാനും ഞങ്ങളെ അനുഗ്രഹിച്ചാലും, ദൈവവചനത്താൽ നിറഞ്ഞു ജീവിക്കുവാൻ വചനത്തിൻ്റെ ജ്വലനം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് വചന വഴിയിലൂടെ നടക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സഭയെ അമ്മയായി കണ്ട് സ്നേഹിച്ചുകൊണ്ട് സഭയോട് ചേർന്നുകൊണ്ട് സഭയുടെ കൂടെ നിന്നുകൊണ്ട് വചനത്തിൻ്റെ സാക്ഷ്യമായി മാറുവാൻ, വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങൾക്കിടയാവട്ടെ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, മാർത്തോമാ ശ്ലീഹായെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പാദങ്ങൾക്ക് വെളിച്ചവും വഴികളിൽ പ്രകാശവുമാകട്ടെ വചനം. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നമസ്കാരം. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും വാട്സാപ്പിലൂടെയും ഇമെയിലിലൂടെയും കത്തുകളിലൂടെയും ഞങ്ങളെ അറിയിക്കാം. വാട്സാപ്പ് നമ്പർ 9605818881. ഇമെയിൽ ashwasadhara@shalomtelevision.com. കത്തുകൾ അയക്കേണ്ട വിലാസം: ദി പ്രൊഡ്യൂസർ, ആശ്വാസധാര, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമഴി PO, കോഴിക്കോട് 673528.